വിട്ടോ പാർക്കോർ ഈക്വൽസ് നോ കഴിവാ. പേരില്ലേ? ഹലോ ഹലോ പേരില്ലേ? ഇറങ്ങ മാമ. ഹലോ കുട്ടി പേര് പറ പേര് പറ എനിക്കറിയാം പേര് എനിക്കറിയാം പറഞ്ഞോ പറഞ്ഞോ. ആ കൈവക്ക് ഇനി പേരൊന്നും വേണ്ട. കൈവക്ക് പേര് പറ പേര് പറ പേര് പറ പേര് പറ പേര് പറ. കൈവക്ക്. ഗണ്ണില്ലല്ലോടാ പോയി. ഉണ്ടോ അതിനകത്തില്? അയ്യോ എനിക്ക് പേടിയായി. പേടിയാവല്ലേ? പേരില്ലാലേ. ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ. ഒരാളടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ആര് നോക്കി? പുറകെ നിക്കുന്നാള്. ഞാനാ? ഫോണിലാണോ? അതെ. ഞാന് അത് ഫോൺ എടുത്താണല്ലോ. പേരെന്താണെന്ന് പറയോ? പേര് പറയോ? ഭാര്യ പറഞ്ഞ പ്രശ്നം ചെയ്യും. പറ പറ. അയ്യോ എനിക്ക് പേടിയാവുന്നു. എനിക്ക് പേര് മറന്നുപോയി. നിങ്ങളിങ്ങനെ അതെ അതെ നിങ്ങൾ കണ്ണൊക്കെ എയിം ചെയ്തിട്ട് നിക്കുമ്പോൾ ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ, ഇത് ശരിയാവൂല. പേര് പറ. എന്നെ അയ്യോ പ്രശ്നാക്കല്ലേ. ദേഷ്യം കേറി ഇരിക്കുവാണേ. തരിക്കുന്നല്ലോടാ. കത്തിയെടുക്കാം. പേടി. ആ പറ പേര് പറ. കത്തിയും പേടിയാ. എന്നെ കൊല്ലുന്നേ. പേര് പറ. ഇത്ര നേരം മര്യാദ സംസാരിച്ച് ഇനി പ്രശ്നമാവും. വെട്ടല്ലേ വെട്ടല്ലേ വെട്ടല്ലേ. 10 പേരെ വണ്ടി കയറി. പേര് പറയണ നമ്മൾ വിടൂലല്ലോ. ഇത് എന്തിനാണിത്? ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ, ഇത് പ്രശ്നമാവും. ഇങ്ങനെയൊക്കെ സംസാരിച്ച ആൾക്കാർ എന്ത് വിചാരിക്കും? ആൾക്കാരെന്തിനു പറയും? പോലീസ് എല്ലാം കണ്ടാലോ. അവളെ ഇടുക്കാൻ കയ്യിലെടുക്ക്. എങ്ങനെ എടുക്കും? ആര്യടി എന്നാ വന്ന് കേറ്. കേറി വണ്ടിയില്. പേര് പറഞ്ഞ നീ പോയാ മതി. കേറ്. ഇന്ന് പേര് പറഞ്ഞിട്ടേ വിടൂ. ഇനി ഞാൻ ഇറങ്ങിയ വെട്ടാണേ. സംസാരം ഒന്നുമില്ലേ കേറിയില്ലെങ്കിൽ. നമ്മളെ സ്പോട്ടി കൊണ്ടുപോ. പേരില്ലല്ലേ? ഇന്ന് പേര് പറഞ്ഞിട്ട് പോയാ മതി. ഇല്ലെങ്കിലേ നമുക്ക് പോയി ഇടാം പേരൊക്കെ. പേരൊക്കെ കണ്ടുപിടിക്കാണ്. ലാണ ക്രിസ്ത്യൻ അല്ലേ പേര്? എനിക്ക് ഓർക്കുന്നില്ല. എന്തൊറ്റി മറന്നുപോയാ? ആണ് ഞാൻ കാര്യം പറയാം. എന്റെ ഫോണിൽ കുറച്ച് കോണ്ടാക്ട്സ് എന്താ ഉള്ളു. ഞാൻ ഒരു പെണ്ണിനെ അടക്കം പരിചയപ്പെട്ടു. അത് ഇവള് തന്നെ തള്ളി. എനിക്ക് എന്ത് പേരെന്തുവാ ചേട്ടന്റെ? നീ എന്ത് ഇങ്ങനെ സംസാരിക്കണ? അളിയ ഇത് പ്രശ്നമാവും കേട്ടോ പോയി. ഒരു പ്രശ്നമില്ല. നമ്മൾക്ക് എന്ത് പ്രശ്നമാടാ? ഇറങ്ങടി. ഇവിടെ അല്ല കുറച്ച് പ്രൈവറ്റ് ആയിട്ട്. ഇത് കാടല്ലേ? വേണ്ട കാട് വേണ്ട. നമുക്ക് കുറച്ച് വീട് പോലെ സെറ്റപ്പ് ഇല്ലല്ലോ കൊണ്ടുപോകും. വീട് അല്ല അങ്ങനല്ല എടാ. കുറച്ചൊന്ന് മറ്റൊരു സ്ഥലം ഇല്ല അവരെ കാട്ടിന്റെ ഇടയിൽ മറ്റൊരു നിക്കുന്ന സ്ഥലം. നീ മാപ്പ് നോളജ് അല്ലേ? ഹിംഗല്ലേ? അയ്യോ ഫുഡ് കഴിക്കട്ടെ. ഒരു അളിയാ എടാ എന്റെ കയ്യില് എന്താ? പെട്രോൾ കുടിക്കാൻ പോണാ? ഇല്ല വെയിറ്റ് ചെയ് നീ. അളി കാണിക്കുന്നത് അളിപ്പൊ ചാവൂന്ന് ഞാൻ ചുമ്മാ കഴിച്ചു. ഓ എന്ത് കേറിങ്ങൊക്കെ കണ്ടോടാ മാമ? കണ്ടായിരുന്നു. നിന്നോട് എന്താ സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോടാ? മാഫിയാസ് എവിടാടാ?
വരും ഒരു പെണ്ണിനെ പേര് പറയാൻ പറ്റൂല. ഞാനും മാമനും അങ്ങ് തൂക്കിയെടുത്ത് കൊണ്ടുപോവാ. വന്നേട്ടാ അത് ആ എടാ സാൻഡിടാ സാൻഡിയിലോട്ട് വേടാ സാൻഡി. കൃത്യം വന്നണ്ടാടാ മാമ. അത് വരും എടാ പിന്നെ എനിക്ക് ഹെൽത്ത് കൂടാനുള്ള എന്തേലും സാധനം എനിക്ക് തരണം. കുട്ടിയുടെ ബാൻഡേഡ് എന്തുണ്ട് മേടിച്ചോ? ബാൻഡേഡ് നോക്കട്ടുണ്ടോന്ന്. എടാ നമ്മൾ തട്ടിക്കൊണ്ടല്ലേ പോണാ, ടൂറിനല്ല. നീ നമ്മളേതും കാണുന്നതിന് അല്ല ബാൻഡേഡ് ഇല്ല, ബാൻഡേഡ് തീർന്നു. പേര് പറയാണ്ട് ഇന്ന് ഇവിടെ നമ്മുടെ രണ്ടുപേരുടെ തർക്കുത്തര പറയുന്ന സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല. സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറരുത്. ഇതെന്താണത്? ഫ്രൂട്ടിയിൽ വിഷമൊന്നും മറ്റേ കൊല്ലണ പരിപാടി നടക്കൂല നമ്മുടെ അടുത്ത്. പൊറോട്ട ബീഫ് വേണോ? വേണ്ട, ഒരു ബീഫും വേണ്ട. പഴങ്ങനി അല്ല. അയ്യോ കണിമംഗലോ, അതൊക്കെ ഏത് ഗ്യാങ്ങോസ്? കണിമംഗലം. ആ അളെ ഇവിടെ കയറ്റിയാണ് നമ്മളെവിടെ തന്നെ. ഇറങ്ങടി. നല്ല സ്ഥലം. നീ പാട്ട് പാടോടി. നിനക്ക് പേരല്ലേ പറയാൻ പറ്റാത്ത. ഇവിടെ നിക്ക് ഇനി ഓടല്ലേ. നമുക്കിവിടെ ഇരിക്കാം. പിന്നെയും കണ്ണ്, എനിക്ക് കണ്ണ്. അയ്യോ നീ ഇരിക്കണ്ട എനിക്ക് ഓടെ പോയി നിക്ക്. ഇരിക്കാൻ പറഞ്ഞോ? ഇല്ലില്ല, എന്നോടല്ല അവിടെ. ഇവിടെ ഞാൻ റൗണ്ട് ഇടും. ഈ മാർക്ക് ഇതിനപ്പുറം പോയല്ലോ. പോയാ കൊല്ലുവേ. ആ മറ്റേ കാർബണിന്റെ അവിടെ, അതാണ് സ്പോട്ട്. മോളില് പാട്ടൊക്കെ അറിയോ? അറിയോടി? പാട്ടറിയത്തില്ല. അറിയില്ല, ഇപ്പൊ പഠിക്കാം. എന്താ നിനക്ക്? ഡാൻസ് കളിക്കോ? ഇല്ല, അറിയത്തില്ല. അറിയില്ല, പഠിക്കാം. ഒരു പാട്ട് പഠിക്കോ? ജുപ്പിറ്റർ മഴ തന്നെ മാമന്റെ ഫേവറേറ്റ്. ഇത് മാമനാണോ? അതെ. മാമന് ചുമയൊക്കെ ആയല്ലോ. ചുമ ഞാൻ കഴിച്ചോളാം. ഞാൻ കൂടുതൽ കഴിക്കില്ലേ. പാട്ട് പാടാം മാമ. പാട്ട് പാടാം. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ. പാടിക്കോ. ഒട്ടും ഇഷ്ടമല്ലടാ, കാര്യമില്ലടാ, ഒരു കാര്യമില്ല, തിരകെ നടന്ന് കാര്യമില്ലടാ. എന്റെ മോന് നീ വാ. നിനക്ക് ഇനി എന്ത് പറഞ്ഞ? ഞാൻ ലൊക്കേഷൻ പറഞ്ഞു, കോഡ് പറഞ്ഞു. എന്താടാ നീ എന്താടാ? എടാ ഇവിടെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്, പാട്ട് കേക്കണ്ടേ? ഒരു പെണ്ണിനെ കണ്ടപ്പോ വിധം മാറുന്നോടാ പുണ്ടച്ചോനെ നീ. നീ ഒന്ന് ഫോൺ എടുത്തേ സന്ദേഹം കൂടെ മേടിച്ചോണ്ട് വരാം. പോടാ, ഞാൻ നോർമലായിട്ട് വരാം. സ്പീക്കർ മേടിച്ചോണ്ട് വരാം. ഇനി നിനക്ക് ഒരു സ്പീക്കർ വാങ്ങിച്ചിട്ട് വാ. പറയണേ പയ്യനാ. നീ വാടാ, സ്പീക്കർ ഒക്കെ മേടിച്ച് നമ്മളിവിടെ പാർട്ടിയാണ് നിന്ന്. നീ വാ. വീണ്ടും തോക്ക്. എന്റെ പൈസ എടുത്തോ? പൈസ എടുത്തില്ല. അത്രയോ കഷ്ടപ്പെട്ടുണ്ടാക്കി. ഞാനൊരു വക്കീലാണ്. പാട്ട് പാട് കേട്ടില്ല, ഒന്നുകൂടെ പഠിക്കോ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ,
നിന്റെ തൊട്ട നോട്ടം ഇഷ്ടമല്ലടാ. ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേറെ പാട്ട് പാട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേറെ പാട്ട് പാടി. വെളിയിലോട്ട് വാടാ പോയി. എന്റെ കണ്ണനെ. എടാ മാമ നീ പോയി ഇറങ്ങല്ലേ, നീ അവിടെ നിക്കേ. ഒന്ന് വെളിയിലോട്ട് വാടാ എടാ പുറത്ത് അയിന കിടക്കണ്ട പുണ്ടച്ചി, ഇങ്ങ് വാ. ഒന്ന് വാടാ. എടാ മയിലേ പുറത്ത് നിക്കണടാ. എന്താടാ ഒരു പെണ്ണെ കാണുമ്പോ കൂട്ടുകാരുടെ ദേഷ്യപ്പെടുന്നേ? എടാ ഞാൻ പുറത്ത് നിക്കുവല്ലേ, നീ ഒന്ന് വാ. അളേ ഞാൻ പശുത്തൊഴുത്തി ഇരിപ്പുണ്ട് ഇവിടെ. ഇവിടെ എടാ 2027 നിനക്ക് കണ്ണും സാമാനം ഒന്നും ഇല്ലേടാ. 2627 കണ്ടു. എവിടാടാ പോയി? കണ്ട ഇവിടെ ലെഫ്റ്റ് വാ. എവിടാ? നിന്റെ സാമാനത്തിന്റെ ഉള്ളില് പുണ്ടച്ചിടാ മോനെ. പാടിക്കോ മാമ, പുതിയ പാട്ട് പാടിയാടാ. പപ്പടം പരിപ്പടം നല്ലത്. അല്ല ഹായ് ഹായ്, എന്തുണ്ട്? നീയാണോ? അതെ. ഏതാണ് പാട്ട് പാട്. അറിയില്ല, പേര് പറയാൻ വയ്യടാ. അപ്പൊ അത് പേര് പറയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നില്ല. എന്റെ ഇതിനകത്ത് എല്ലാം എടുത്തോണ്ട് പോയി. ബാല് വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഏത് ബാലൻ? ബാലനല്ല, ബാലു. കെട്ടിയടാ. കെട്ടിയേ ആണാണെ കെട്ടിയിടൂല്ലേ? എടാ ഇതൊക്കെ മോശമല്ലേടാ അളിയാ, ഇതൊക്കെ മോശമല്ലേടാ. കൈ കെട്ടി കഫീതല്ലേടാ. എന്താടാ? എടാ ഒന്ന് മിണ്ടാണ്ടിരി. ഇപ്പൊ പേര് പറഞ്ഞാ തീരുവല്ലോ. അത് ഞാൻ പറഞ്ഞ കൊച്ചിന്റെ പേര്. വേണ്ട നീ പറയണ്ട. നിന്റെ വായി നേക്കാനാണെങ്കിൽ നമ്മൾ ഇവിടെ വരെ പിടിച്ചോണ്ട് വരേണ്ട കാര്യം ഉണ്ടാ കണ്ണ. ഞാൻ റേഡിയോ എന്ന് പറയൂലേ? സംസാരിക്കൂലേ? ഇത് കെട്ടുമ്പോ സംസാരിക്കൂലേ? കെട്ടിയ സംസാരിക്കാൻ പറ്റില്ലേ? അണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന്. അതിന് കത്തി വേണമെന്നാണ് പറയുന്നത്. കത്തിയില്ല എന്റെ കത്തി. അവന്റെ വാളുണ്ടല്ലോ. വാള് കൊണ്ട് പറ്റൂലെന്നാണല്ലോടാ പറയണേ. പ്ലെയർ നോട്ട് ടൈഡെന്നാണല്ലോടാ പറയുന്നത്. നീ കത്തിങ്ങടാ കളിക്കൽ. ഇത് കേസാവുക. ഇത് ഒരു ആളില്ലാത്ത വീട്ടിൽ 3 പയ്യന്മാര് ചേർന്ന് ഒരു പെണ്ണിനെ കെട്ടിട്ട് വെച്ചാ ഇത് അറിഞ്ഞാലും പ്രശ്നം. കേസ് വേറാണ്. വെട്ടി കുട്ടിയൊന്നും മിണ്ടുന്നില്ലല്ലോടാ. വേഗം വെട്ട്. ചത്തോടാ നീ. കൊന്നോ. WS ഒക്കെ ഞെക്കുവാ. പെട്ടെന്ന് വെട്ടടാ. ഇത് പ്രശ്നമാവും. ഇത് കേസാവുളിയാ. ഒന്ന് പോടെ മാമ, ചുമ്മാ ഓരോരോ കത്തി ഇരിക്കാ ജയിലില്. എടുത്ത് വരുന്നില്ല. ഹലോ കുട്ടി, എന്താണ് അണ്ടയാവുന്നടാ? നീ കത്തി ഞാൻ വെട്ടാന്ന്. അവനെ വെട്ടാ. എടാ അങ്ങനെ വെട്ടാൻ പറ്റില്ലടാ. നീ കത്തി താ. ഇന്നാ കത്തി ഞാൻ വെട്ടാം. എന്തൊക്കെയാടാ കാണിക്കുന്നത് നീ? എടാ നീയല്ലേ ഇതൊക്കെ കാണിച്ചേ. ഞാനാണോ? കുട്ടിയുടെ കെട്ടിയൊക്കെ ഇടാ നമ്മള് പറഞ്ഞാടാ കണ്ണാ. മാമ മാറിക്കേ. ഇത് കെട്ടിയ സംസാരിക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഉണ്ടോ? ഹലോ, ഇതാരാ? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇത് എവിടെയാ? ഞാനിതെവിടെയാ? ഇതെവിടെയാ? ഞാനിപ്പോ എവിടെയാ? നീയുടെ കൈ വെക്കി അവിടെ നിക്കടാ. എന്താടാ? പെണ്ണാച്ചി അയ്യേ പെണ്ണാച്ചി പെണ്ണൻ അയ്യേ കണ്ണം പെണ്ണൻ. തോന്നുന്നുണ്ടോടാ അളിയാ? എന്നാ പിന്നെ മിണ്ടാരി. എന്നാ പേര് പറയിപ്പിക്കുക ആദ്യം. നമുക്ക് വേണ്ട അടിക്കാം. കണ്ണാപ്പി ചോദിച്ചെങ്കിൽ വേണ്ട എന്നാ കണ്ണൻ കണ്ണാപ്പി ചോദിച്ചു പറയണ്ട. മിണ്ടല്ലോ അവന് ടൈ. ഞാൻ ചോദിക്കില്ലല്ലോ. എവിടെ കേട്ടിട്ടുണ്ടല്ലോടാ മാമ. കേട്ടിട്ടുണ്ട്. അറിയാം.
മാമൻ ഇന്നലെ സിറ്റിസ് മാമൻ എങ്ങനെ അറിയാം? അറിയാടേ. ഇല്ലല്ലേ പറഞ്ഞായിരുന്നോ? കേട്ടില്ല. മാമന്റെ മേളിൽ നിന്ന് വിളി വന്നിട്ടുണ്ടേ. അതിലൊന്നും സരക്കണ്ണ രോഗ. എന്തിനാണ് ഗ്രൈൻഡ് ചെയ്യുന്നില്ല ഇറങ്ങിക്കോ ഗ്യാങ്ങിന്ന്. എന്നിട്ടോ മാസം കേട്ടണോ പോയി? ദക്ഷ എന്നൊക്കെ പറയാൻ ഇത്ര ഹൈപ്പാ? എന്തിനാണ് ഇത്ര ഹൈപ്പിന്റെ ആവശ്യം? എന്താണ് ആദ്യം അവിടെ വെച്ച് പറഞ്ഞിരുന്നേ? തീരാതെ പ്രശ്നമല്ലേ ഉള്ളു. എനിക്ക് പറയാനുള്ളപ്പോ ഞാൻ പറഞ്ഞു. ഈ കുട്ടി സിംഗിൾ ആണോ? അതെ. ചോദിച്ചോ ഈ കാര്യത്തിനൊക്കെ ചെക്കന്മാരെ കിട്ടുവോ? കിട്ടില്ല. സ്വഭാവം വെച്ച് ചെറുക്കനെ കിട്ടുവോ? ഇല്ല, കിട്ടണ്ട. ചെറുക്കനെ കിട്ടണമെങ്കിൽ അതെ, അന്തസ്സുള്ള വീട്ടിലെ ചെറുക്കനെ കിട്ടണമെങ്കിൽ ഇച്ചിരി നല്ല സ്വഭാവം, കുട്ടിയുടെ സ്വഭാവം വെച്ച് കിട്ടൂലെന്നാ. ഇല്ല, അതെ, എനിക്ക് നല്ല സ്വഭാവം ഇഷ്ടമല്ല. അപ്പൊ നല്ല കുടുംബത്തിൽ പിറന്ന നല്ല ചെറുക്കന്മാരെ കിട്ടൂല. ബാഡ് ബോയ്സിനെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെയാണെങ്കിൽ വേറെ ആരുണ്ടാ കണ്ണാ? ബാഡ് പേഴ്സൺ വേറെ ആരുണ്ട് നമുക്ക് പരിചയമുള്ള? പേര് എനിക്കൊരു ഹീലിങ്സ് തന്നെ. അവന് കറക്റ്റ് ആയിരിക്കും അല്ലേടാ? ബാലന് ബാലപ്പ എവിടെയാടാ? എനിക്ക് അറിഞ്ഞോ, എനിക്ക് അവനെ കുറിച്ച് അങ്ങനല്ല. എന്താ പരിപാടി? എന്താണ് ഇല്ല ക്ലാരിയായിട്ടൊന്നും സെറ്റ് ആയില്ലടാ. അവരുടെ അടുത്ത് ഒളിപ്പിച്ച് ചെന്നപ്പോയിട്ട് സക്കീറായിട്ട് സെറ്റ് ആയിരുന്നു. സംഭവം എന്താ വെച്ചാലടാ, പെണ്ണുണ്ണി അല്ലേ? പെണ്ണുണ്ണി സത്യല്ലേ? സിറ്റി വന്ന എല്ലാ സത്യമാണ്. ബാലെന്ന് വെച്ചാൽ ഒരു പെണ്ണെ കണ്ട അപ്പൊ പോവാൻ മണപ്പിച്ചു, മനസ്സിലായി? മണപ്പിച്ച് പിറകെ പോവും. ഒരാളല്ല. ഇപ്പോഴത്തെ പിന്നെ സ്വന്തം ഗ്യാങ്ങിൽ നിൽക്കുന്നവരെക്കാട്ടി കൂടുതലാണല്ലോ പുറത്തുള്ള എത്ര ആളായിട്ട് അറിയാം? ബാലിനെ കുറിച്ച് എല്ലാം അറിഞ്ഞൂടെ? ബാലിന്റെ കാർ ഏതാ? കാർ എന്തിനാ അറിയുന്നത്? എനിക്ക് സ്വഭാവം അറിഞ്ഞു. പിന്നെ കാർ അറിയേണ്ട കാര്യമില്ല. എനിക്ക് കൊറേ ആയിട്ട് അറിയാം. എനിക്ക് കൊറേ ആയിട്ട് അറിയാം. വർഷക്കണക്കൊന്നും ഇല്ലേ? ഇല്ല, ഞങ്ങൾ കൊറേ നാളായിട്ട് അറിയാം. നമ്മൾ എക്സ്റ്റാൻഡ് ചെയ്തിട്ട് 1.5 മാസമല്ലേ? അപ്പൊ 1.5 മാസം അതിന് മുമ്പേ എനിക്കറിയാം. രണ്ടാഴ്ചയൊക്കെ കൊറേ മാസം വർഷമൊക്കെ ആയിട്ട് തോന്നുന്നടാ. അതെ, ഒരു മിനിറ്റ് മതി. വേണ്ട അയ്യോ, വിരട്ടി കഴിഞ്ഞിപ്പോ വെട്ടിയാലോടാ രാത്രി. വെട്ടിയാലോടാ മാമ, നിന്നെ ഒറ്റയ്ക്ക് ഇട്ട് വെട്ടിയിട്ടാലോടാ, നോക്കിയാലോടാ പല ബാലനല്ല ബാലനാ വിളിച്ചത്. അത് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളല്ലേ. നമ്മളിപ്പോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിളിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും. ഷോയൊക്കെ കൊള്ളായിരുന്നു. ഉണ്ടതോ അവന്റെ തലയിരിക്കാണ് ഇല്ല എനിക്കൊന്നും പറ്റിയില്ലടാ. നമ്മുടെ കൂടുതലുള്ള നമ്മൾ ഇഷ്ടമുള്ള പേര് വിളിച്ചു വിളിക്കും. ഞാൻ ദൈവനെ വാസം വിളിക്കും. എന്നെ വിളിക്കണ സരക്കണ്ണ. നീ കുട്ടി എന്ന് പറഞ്ഞ വിശ്വസിക്കാൻ നിൽക്കുമല്ല. എവിടെ ഉണ്ട്? പറ മോനെ. ഞാൻ കാണിച്ചു കൊടുക്കും. എന്ത് കാണിച്ചു കൊടുക്കും? CCTV ദൃശ്യങ്ങൾ. എവിടത്തെ വിശ്വസിക്കാൻ അതൊക്കെ ഉണ്ട്. വീട് അതുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ വരയ്ക്കുന്നതിന്റെ വീടാ
അതെ അതെ അതെ. അനങ്ങുന്നുണ്ട്. നമ്മൾ കണ്ടായിരുന്നു കുറച്ചു മുമ്പ് റോഡിൽ അനങ്ങിയത്. ഓക്കെ കണ്ടായിരുന്നു. അതെ 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 അതെ. എനിക്ക് പേടിയാവുന്നുണ്ടാ. നിങ്ങൾ അയ്യോടാ. അത് ബോബോയുടെ വിശ്വസിച്ചില്ലേ? മാമ അവളെ കൺവേർട്ട് ചെയ്യരുത്. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ബോബോയ്ക്ക ഗ്യാങ് ഫണ്ട് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് പൈസ വേണ്ടേ? നമുക്ക് മാമനെ പിച്ചക്കാരനായിട്ട് ഇരുത്താം. എവിടെ മുതിക്കില്ല എന്നിട്ട് ലൈവ് സ്ട്രീമില് ലൈവ് ഇടാം. നല്ല ഐഡിയ അല്ലേ? എന്നിട്ട് ഇതിനകത്ത് അതല്ല എന്നിട്ട് ആദ്യം രണ്ടുപേരും മാമനെ പാസ് ചെയ്തു പോകും പൈസ കൊടുക്കാതെ. എന്നിട്ട് രണ്ടാമത്തെ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നാമത് വരുന്ന ആള് കുറച്ച് പഴം എന്തേലും കൊടുക്കും. മൂന്നാമത് വരുന്ന ആള് പഴം കൊടുക്കും. പിച്ചക്കാരനാവാനായിട്ട് പറ്റി ലുക്കുവാ മാമന്. ഒരു പണിയുണ്ട് വാ. പുറത്തോട്ട് വാ. കൊച്ചു കള്ളനെ മാമൻ ആപ്റ്റാണ് ഈ ക്യാരക്ടറിന്. എടാ എനിക്ക് ഒന്ന് ഹീലിങ്സ് താടെ ഒന്ന് ഒരു ഹീലിങ്സും തരുമോ എനിക്ക് പ്ലീസ്? പ്ലീസ് തരാ. എത്ര നേരം കൊണ്ടാ ബോബോയ് ഞാൻ ഒരു ഹീലിങ്സിന് വേണ്ടി ചോദിക്കണം. വണ്ടിയുടെ ഇൻവെന്ററി ഇട്ടുണ്ട്. പുല്ലൊക്കെ തെറ്റല്ലേ? തല്ലാൻ വരാനാണ്. പുല്ലല്ല കല്ല്. തല്ലാൻ വരാനാണ്. രാത്രി വീട്ടിൽ കയറി വെട്ടുവോ ദക്ഷ? അല്ലല്ല മൂവാറ്റുപുഴ എന്ന് പറയുമ്പോ എവിടെ ഏത് ഇന്ന് ജില്ലയുടെ ഇതില്ലേ? എറണാകുളോ? എന്തൊക്കെയാണ് പറയണ അവിടെ? വെട്ടുവോ? അല്ലല്ല ഇന്ന് വൈകിട്ട് ഒരിതുണ്ടല്ലോ, റായി ഇത് സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ എല്ലാ ജില്ലകളിൽ നിന്നുള്ളേ. അപ്പൊ എനിക്ക് ലോകവിവരം ഇല്ലടാ ബോയ്, പറഞ്ഞാടാ സംഭവം മനസ്സിലായില്ല. പറഞ്ഞിട്ട് വാ. ഇന്നലെ ആണെങ്കില് റായി ആണെങ്കിൽ ഒരു ഇത് നടത്തുന്നുണ്ടായിരുന്നു. രായൻ ഓക്കെ, രായനാണെങ്കിൽ ഒരു ഇത് നടത്തുന്നുണ്ട്. എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരെ പ്രതിനിധീകരിച്ച് എല്ലാരും എത്തണം. ഓക്കെ, 2-3 പേര് ആയിട്ട്. എന്നിട്ട് അവരവരുടെ ജില്ലയെ കുറിച്ച് ഏറ്റവും നല്ല ജില്ല അവരുടെയാണ് എന്നുള്ളത് തർക്കിക്കണം. അതിപ്പോ എന്തൊക്കെ തർക്കിച്ചിട്ടും കാര്യമില്ല. എറണാകുളം വിട്ടൊരു ജില്ല ഇല്ലല്ലോ കുട്ടി. എന്താണെങ്കിലും എല്ലാ ജില്ലയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും അവരവർ ജനിച്ച ജില്ല വളരെ ഇഷ്ടമുള്ളതാണ്. അപ്പൊ കള്ളന്റെ നാടല്ലേ നിന്റെ? കള്ളന്റെ കായംകുളം കൊച്ചിന് കട്ട് വളർത്തിയ നാടല്ലേ അത്? അല്ല, അത് നല്ലതിന് വേണ്ടിയല്ലേ കട്ട. എന്താണേലും കള്ളന്നല്ലേ. അതിനിപ്പോ കട്ടെന്ന് പറഞ്ഞ് കള്ളന്നുള്ള പേരൊക്കെ പോകുന്നില്ലല്ലോ. നല്ല ചീത്താന്നൊന്നുമില്ലല്ലോ. ദക്ഷയുടെ എവിടെയാണ്? ദക്ഷയുടെ എവിടെയാണ്? എന്റെ പത്തനംതിട്ട. ഓ, പത്തനംതിട്ട. അപ്പൊ ഇന്നപ്പൊ ഞാൻ പത്തനംതിട്ടക്കാരെ ആരെയും കണ്ടിട്ടില്ല. എറണാകുളംകാരെ കൊറേ പേരുണ്ട്. ഡിബേറ്റിന് വന്നത്. അതെ അതെ അതെ. നല്ല കിട്ടിയല്ലേ? ഇല്ല, കിട്ടിയിട്ടില്ലായിരുന്നു. നിങ്ങള് 3-4 പേര് ചേർന്ന് നിങ്ങള് 3-4 പേരും അല്ല ഇന്നലെ അത് തിരുവനന്തപുരത്ത് എന്താ അറിയോ? അത് ശരിയാണല്ലേടാ. പത്തനംതിട്ട ജില്ലയിൽ അൽഫാം ഇവിടെ ഇറങ്ങി 2 വർഷം കഴിഞ്ഞാലേ ഇറങ്ങി. ബിരിയാണി ഇറങ്ങി 2 വർഷം മുന്നേ. നിങ്ങൾ ഈ അൽഫാമും ഒക്കെ ശരീരത്തിന് ദോഷമായിട്ടുള്ളതാണ്. ഏറ്റവും വലിയ സദ്യ ഞങ്ങളുടെ നാട്ടിലെ ആറന്മുള സദ്യ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അയ്യേ, പത്തനംതിട്ട ജില്ല ആറന്മുള പത്തനംതിട്ട ജില്ലയാണ്. അതുപോലും അറിയത്തില്ല. ഞങ്ങളുടെ തൊട്ടടുക്കലുള്ളതാണ് ആറന്മുള. തിരുവനന്തപുരം കത്തുവേ മാമാ. ഇന്നലെ എന്താ തിരുവനന്തപുരക്കാര് 5-6 പേര്, ഞാൻ ഒറ്റൊരാള് പത്തനംതിട്ടയെ വാദിക്കാറ്. അപ്പൊ ഇന്നതുകൊണ്ട് പത്തനംതിട്ടയ്ക്ക് ആരെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ.